നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു. ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിനും നഗര സൗന്ദര്യവൽക്കരണത്തിനും മുൻഗണന. അക്ഷരലക്ഷം സാക്ഷരതാ പരീക്ഷയുടെ രണ്ടാം ഘട്ട ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. കാർഷിക മേഖലയ്ക്കും വികസനത്തിനും ഊന്നൽ. മടിക്കൈ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. കെ രമയുടെ രാഷ്ട്രീയ സന്ദേശയാത്ര കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി. വർഗീയതയ്ക്കും മത തീവ്രവാദത്തിനുമെതിരെ സന്ദേശമുയർത്തി സ്നേഹ സന്ദേശയാത്ര. പുരോഗമന കലാസാഹിത്യ സംഘമാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. CPIMന്റെ നേതൃത്വത്തിൽ പ്രഭാകരൻ അനുസ്മരണം മാവുങ്കാലിൽ നടന്നു. അജാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പൂരോത്സവത്തിന് തിരക്കേറി. മഹിളാ സംഗമം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ബജറ്റ് അവതരിപ്പിച്ചു. 5.87 കോടി രൂപയുടെ മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. നഗര സൗന്ദര്യത്തിനും ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിനും കുടിവെള്ള പദ്ധതിക്കും മുൻതൂക്കം നൽകി കാഞ്ഞങ്ങാട് നഗരസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ അധ്യക്ഷയായി. ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 86 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനും 129 കുടുംബങ്ങൾക്ക് വീട് പുനരുദ്ധാരണത്തിനും വേണ്ട തുക ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് യോഗ പരിശീലനത്തിനും നഗരമാലിന്യ നിർമ്മാർജ്ജനത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് എന്ന് വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിൽ എത്തിച്ചേർന്ന പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിനായി നിലവിൽ 1 കോടിയിലേറെ രൂപ വകയിരുത്തിക്കൊണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ഓഫീസ് കെട്ടിട നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ISO സർട്ടിഫിക്കേഷൻ അടക്കമുള്ള സേവന ഗുണമേന്മക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ഡെസ്ക് പേപ്പർ ഓഫീസ്, വാഹന പാർക്കിംഗ്, പൊതുജനങ്ങൾക്ക് ടോയ്ലറ്റ്, വിശ്രമമുറി, അംഗപരിമിതർക്കായി ലിഫ്റ്റ് സൗകര്യം, കാര്യക്ഷമമായ ഫ്രണ്ട് ഓഫീസ്, ടച്ച് സ്ക്രീൻ, വൈഫൈ മുതലായ സജ്ജീകരിക്കും. ഇതിനായി 1.38 ലക്ഷം രൂപ ബഡ്ജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും നഗരസഭ ഓഫീസ് ഉപകേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സേവാഗ്രാമ വാർഡ് കേന്ദ്രങ്ങൾ ആരംഭിക്കും. കേരളത്തിലെ നിർമ്മാണ തൊഴിൽ മേഖലയും മറ്റും അനുഭവിച്ചു വരുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വർദ്ധിച്ചു വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ സാംക്രമിക രോഗം പകരാതിരിക്കാനും മറ്റു കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി അവർക്ക് സൗജന്യമായി ആരോഗ്യ പരിശോധനയും തിരിച്ചറിയൽ കാർഡും ഏർപ്പെടുത്തും. ഇതിലേക്കായി 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റിൽ കാർത്തിക നിത്യാനന്ദ മൈതാനം, ഹോസ്ദുർഗ മൈതാനം എന്നിവ ഉൾപ്പെടെ 3 മിനി സ്റ്റേഡിയം നിർമ്മിക്കാൻ രൂപ നീക്കിവെച്ചിട്ടുണ്ട്. നമ്പ്യാർക്കാൽ അണക്കെട്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് പാർക്ക് നിർമ്മിക്കുന്നതിനും തുക ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്ഷരലക്ഷം സാക്ഷരതാ പരീക്ഷയുടെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. ബല്ലാക്കടപ്പുറത്താണ് ജില്ലാതല ഉദ്ഘാടനം നടന്നത്. അക്ഷരലക്ഷം സാക്ഷരതാ പരീക്ഷയുടെ രണ്ടാം ഘട്ടം സാക്ഷരതാ പരീക്ഷയുടെ ജില്ലാതല ഉദ്ഘാടനം ബല്ലാക്കടപ്പുറം MBBAM LP സ്കൂളിൽ നടന്നു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, മുതിർന്ന പഠിതാവ് പാത്തൂഞ്ഞിക്ക് ചോദ്യപേപ്പർ കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അനുഗ്രഹീതമായ ഒരു ചടങ്ങിനേക്കാണ് എത്തിച്ചേർന്നത്. പക്ഷെ വളരെ വേദനാജനകമായ ഒരു അവസ്ഥ ഉണ്ടായി. കുറച്ച് എന്താ പറയുക, നമുക്ക് ആദ്യാവസാനം വരെ ഇതിന് പങ്കെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം നഗരസഭയിലെ കൗൺസിലർമാരാണ് ഞങ്ങൾ. അപ്പം ബജറ്റ് അവതരണം ഉള്ളത് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ പഠിതാക്കളായി എത്തി നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യണമെന്ന് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. 63-കാരിയായ പാത്തുമ്മ ഉൾപ്പെടെ 33 പേർ പരീക്ഷ എഴുതാൻ എത്തിയിരുന്നു. 22 വയസ്സുള്ള ആസ്മയാണ് പ്രായം കുറഞ്ഞ പഠിതാവ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ റീജിയണൽ കോർഡിനേറ്റർ മനോജ് സെബാസ്റ്റ്യൻ പരീക്ഷാ കേന്ദ്രം സന്ദർശിക്കാൻ എത്തിയിരുന്നു. ആവശ്യത്തോടെയാണ് പഠിതാക്കൾ പരീക്ഷയിൽ പങ്കെടുത്തത്. സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ PN ബാബു, കൗൺസിലർ സുബൈദ, KRPമാരായ പപ്പൻ കുട്ടമത്ത്, KV രാഘവൻ മാസ്റ്റർ എന്നിവരും പരീക്ഷാ കേന്ദ്രം സന്ദർശിക്കാനെത്തി. നോഡൽ പ്രേരക് ആയിഷ മുഹമ്മദ്, ഇൻസ്പെക്ടർ സബീന എന്നിവർ പരീക്ഷ നിയന്ത്രിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. കാർഷിക മേഖലയുടെ വികസനത്തിനും ഉൽപാദന വർധനവിനുമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് കാർഷിക മേഖലയുടെ വികസനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. പഞ്ചായത്തിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ ബജറ്റ് ഊന്നൽ നൽകുന്നുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തനാട്ട് രാജൻ ബജറ്റ് അവതരിപ്പിച്ചു.
വടിക്ക് ഗ്രാമത്തിൻ്റെ 2014-15 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റ് 2015-16 വർഷത്തെ പ്രതീക്ഷിത വരവ് ചെലവ് കണക്കിൽ ഈ വിപണിയാണ് മുൻ വർഷങ്ങളിൽ ജൈവ വൈദ്യങ്ങളുടെ സംരക്ഷണത്തിനായി നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ അംഗീകാരം എന്ന നിലയിൽ 2013-14 വർഷത്തെ പ്രകൃതി വിഭവ സംരക്ഷണ അവാർഡ് വടിക്ക് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച കാര്യം അഭിമാനത്തോടെ ഈ വേളയിൽ നിങ്ങളെ അറിയിക്കുകയാണ്. പശ്ചാത്തല മേഖലയിൽ നാം ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങളായ റോഡ്, ടാറിങ്, ടാറിങ്, സോളിങ് എന്നിവരുടെ പഞ്ചായത്തിലെ കുറേയേറെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷയായി. ഭവന നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. 5 വർഷം കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് അനുവദിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാരത്തിന് 22 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 9ാം വാർഡിലെ എരിക്കുളത്ത് പൊതുശംശാനം നിർമ്മിക്കാൻ 15 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. ശ്രീരാമനവമിയുടെ ഭാഗമായി ശ്രീരാമനാഥ സാംസ്കൃതിക ഭവന സമിതിയുടെ നേതൃത്വത്തിൽ 96ാമത് കന്നഡ സാഹിത്യ സമ്മേളനം നടന്നു. മഹാകവി പി സ്മാരക കേന്ദ്രത്തിലാണ് സാഹിത്യ സമ്മേളനം നടന്നത്. ശ്രീരാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീരാമനാഥ സംസ്കൃതി ഭവനയുടെ നേതൃത്വത്തിലാണ് 96ാമത് കന്നഡ സമ്മേളനം നടന്നത്. ഡോക്ടർ KG പൈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബി വസന്തശേണായി അധ്യക്ഷനായി. HS ഭട്ട്, ശശികല ടീച്ചർ, ഹരിദാസ്, ജയാനന്ദകുമാർ, പ്രഭാശങ്കർ, വാമനകുമാർ ബേക്കൽ, ചന്ദ്രഹാസ ചിത്താരി എന്നിവർ സംസാരിച്ചു. സാഹിത്യ സമ്മേളനത്തിൽ രാധാകൃഷ്ണ ഉളിയത്തടുക്ക, ഗിരീഷ്, സന്തോഷ്, മോനിക്ക, PM സുസ്മിത, മല്ലികാർജുന, ഗുരുപ്രസാദ് കോട്ടക്കുന്ന് തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. തുടർന്ന് പ്രണവ മഹിളാ ഭക്തവൃന്ദ, ശാരദാംബ മഹിളാ ഭജന സംഘം, മോഹനാചാര്യ പുളിക്കൂർ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലും ഭജന നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നമ്മളൊന്ന് സ്നേഹ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. യാത്രയ്ക്ക് വെള്ളിക്കോത്ത് സ്വീകരണം നൽകി. സ്വീകരണത്തിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. വർഗീയതയ്ക്കും മതതീവ്രവാദത്തിനുമെതിരെ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളൊന്ന് സ്നേഹ സന്ദേശയാത്രയ്ക്ക് വെള്ളിക്കോത്ത് സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ MV രാഘവൻ അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ AV സഞ്ജയൻ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി KEN കുഞ്ഞഹമ്മദ്, ജാഥ ലീഡർ VN മുരളി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സ്വീകരണ യോഗത്തിൽ തൃശൂർ ജനനയനയുടെ കലാപരിപാടിയും ചന്ദ്രസേനൻ മിതുമലയുടെ മാജിക് പ്രദർശനവും നടന്നു. ഏങ്ങണ്ണിയൂർ കാർത്തികേയൻ സംഗീതാലാപനത്തിലൂടെ ചിത്രം വരച്ചു. സാംസ്കാരിക രംഗം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പ്രതിരോധത്തിന്റെ അനിവാര്യതയെക്കുറിച്ചും ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടാണ് ജാഥ പ്രയാണം നടത്തുന്നത്. ഏപ്രിൽ 10 ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. SSLC മൂല്യനിർണ്ണയം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ജില്ലയിൽ പുതിയ മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളില്ല. നീലേശ്വരത്തും തൃക്കരിപ്പൂരും മാത്രമാണ് ഇക്കുറിയും ക്യാമ്പുള്ളത്. പതിവ് രീതികളിൽ നിന്ന് മാറി ഒരു സ്പെല്ലിലാണ് ഇക്കുറി SSLC മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടക്കുന്നത്. വിഷുവിന്റെ അവധിക്ക് മുമ്പും ശേഷവും എന്ന ശൈലി മാറ്റി മാർച്ച് 31 തുടങ്ങി ഏപ്രിൽ 10 ക്യാമ്പുകൾ പൂർത്തിയാവുക. സോൺ അടിസ്ഥാനത്തിൽ നടന്നുവരുന്ന ക്യാമ്പിൽ ഒരേ വിഷയം തന്നെ പല കേന്ദ്രങ്ങളിൽ മൂല്യനിർണ്ണയം ചെയ്യും. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും തലശ്ശേരിയിലും കണക്ക് പേപ്പറിന് മാർക്കിടും. മലയാളമാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിഷയം. ഓരോ കേന്ദ്രത്തിലെയും ചീഫ് എക്സാമിനർമാരുടെയും അസിസ്റ്റന്റ് എക്സാമിനർമാരുടെയും എണ്ണം കൂട്ടിയപ്പോഴും ജില്ലയിൽ 2 ക്യാമ്പുകൾ എന്ന ശൈലിക്ക് മാറ്റമില്ല. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ പതിവ് പോലെ മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളില്ല. ഈ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലാണ് ഭൂരിഭാഗം കന്നഡ പേപ്പറുകൾ വരുന്നത്. ഇവ വിവിധ കേന്ദ്രങ്ങളിലായാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. നോക്കിത്തീർത്ത പേപ്പറുകളുടെ മാർക്ക് അതത് ദിവസം തന്നെ പരീക്ഷാ ഭവൻ വെബ്സൈറ്റിലേക്ക് ചേർക്കും. നീലേശ്വരത്ത് PK സുരേഷും തൃക്കരിപ്പൂരിൽ ഗംഗാധരൻ മാസ്റ്ററുമാണ് ക്യാമ്പ് ഓഫീസർമാർ. 17 കഥകൾ ഉൾപ്പെട്ട കാവ്യസമാഹാരത്തിന്റെ പേര് കാരുണ്യം. പുസ്തകം വിറ്റുകിട്ടുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും. എഴുത്തുകാരൻ മുഹമ്മദ് കുഞ്ഞി നീലേശ്വരമാണ് അക്ഷരങ്ങൾ കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരുങ്ങുന്നത്. നീലേശ്വരം ജുമാ മസ്ജിദിന് സമീപം ഷംനാസ് കർട്ടൻ സെന്റർ നടത്തിവരുന്ന മുഹമ്മദ് കുഞ്ഞിയുടെ 3ാമത്തെ പുസ്തകമാണിത്. പ്രവാസിയുടെ ജീവിത ഘടികാരത്തെ അക്ഷരച്ചെപ്പിലേക്ക് പകർത്തിയ മണൽ ഘടികാരം എന്ന നോവലായിരുന്നു പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കൃതി. കുവൈത്ത് യുദ്ധകാലത്ത് ഓർക്കാപ്പുറത്ത് നിലച്ചുപോയൊരു ഘടികാര സൂചി പോലെ നാട്ടിലെത്തേണ്ടി വന്ന ബഷീറിന്റെ കഥയാണിത്. ജീവിതായോധനത്തിനായി മണലാരണ്യത്തിൽ രാപ്പകൽ അലയാൻ വിധിക്കപ്പെട്ട മനുഷ്യരുടെയെല്ലാം മുഖം ബഷീറിൽ കാണാം. ഏറെക്കാലം പ്രവാസിയായിരുന്ന മുഹമ്മദ് കുഞ്ഞി അനുഭവത്തിന്റെ ചൂടും ചൂരും ആവാഹിച്ചാണ് ഈ നോവൽ എഴുതിയത്. ലേഖന സമാഹാരമായ വടക്കൻ ചിന്തുകളായിരുന്നു 2ാമത്തെ പുസ്തകം. 2 ഭാഗങ്ങളിലായി വടക്കിനെ അടയാളപ്പെടുത്തിയ അക്ഷര ചിന്തുകളായിരുന്നു ഈ പുസ്തകത്തിലെ ഉള്ളടക്കം. കാരുണ്യമെന്ന കഥയും ഉൾപ്പെടുത്തുന്നുണ്ട് പുതിയ പുസ്തകത്തിൽ. പക്ഷേ
കാരുണ്യം കഥയിൽ നിന്നിറങ്ങി കരുണ അർഹിക്കുന്നവരെ തേടി വരികയാണ്. എൻ്റെ ജീവിതാനുഭവങ്ങളാണ് എൻ്റെ കഥകൾ മുഴുവൻ. സ്വാഭാവികമായിട്ടും കാരുണ്യം എന്ന ഈ പുസ്തകത്തിൻ്റെ പേരുള്ളതുകൊണ്ട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുസ്തകം വിറ്റ് കിട്ടുന്ന തുക മുഴുവൻ കാരുണ്യ പ്രവർത്തനത്തിന് നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് കാലങ്ങളിലായി പല പ്രസിദ്ധീകരണങ്ങളിലും മലയാള നാട്, അതുപോലെ തന്നെ കേരളശബ്ദം തുടങ്ങിയ കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്ന ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ വന്ന പല കഥകളും ഓരോ കാലഘട്ടങ്ങളിലായി വന്ന കഥകളാണ്. അതെല്ലാം കൂടിയിട്ട് ഒരു പുസ്തകമാക്കി കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിക്കേഷനിൽ നിന്നാണ് പുസ്തകം അച്ചടിച്ച് ഇറക്കിയത്. അതും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുന്ന പുസ്തകം പുറത്തിറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കേരള നവോത്ഥാന പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 12-ന് നീലേശ്വരം ജനതകലാ സമിതിയിലാണ് പുസ്തക പ്രകാശനം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി പ്രഭാകരന് നൽകി ദേശാഭിമാനി എഡിറ്റർ AV അനിൽകുമാർ പുസ്തകം പ്രകാശനം ചെയ്യും. നീലേശ്വരം സ്വദേശിയായ മുഹമ്മദ് കുഞ്ഞി നിലവിൽ ചെറുവത്തൂർ മടക്കര ഓർക്കുളം റോഡിലെ ബുഷ്റാമൻസിലാണ് താമസിക്കുന്നത്. കാസർഗോഡിന് ദൃശ്യവിസ്മയമൊരുക്കി ഓട്ടോക്രോസ്. വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സാഹസിക വിരുന്നൊരുക്കി കാർ റാലിയും നടന്നു. സ്പോർട്സ് കാറുകളുടെയും ബൈക്കുകളുടെയും ഇരമ്പുരകൾക്കാണ് മുനിസിപ്പൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഉത്തര കേരളത്തിലെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരമൊരു മത്സരം നടന്നത്. ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് ക്ലബ്ബാണ് മത്സരം സംഘടിപ്പിച്ചത്. മോട്ടോർ ക്രോസ്, ഓട്ടോ ക്രോസ് എന്നീ വിഭാഗങ്ങളായാണ് മത്സരം ഒരുക്കിയത്. മോട്ടോർ ക്രോസ് വിഭാഗത്തിൽ നിലവിലെ ദേശീയ ചാമ്പ്യൻ KP അരവിന്ദ് ഉടുപ്പി, ബാംഗ്ലൂരിലെ T നടരാജ്, തൻവീർ അഹമ്മദ് തുടങ്ങിയവർ മത്സരിച്ചു. കാറോട്ട മത്സരത്തിൽ മംഗലാപുരം സ്വദേശി T മസ്കരനസ്, മുൻ ദേശീയ ചാമ്പ്യൻ ലോഹിത് RS മൈസൂർ, KC ആദിത് എന്നിവർ നിശ്ചയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. കൊള്ളുന്ന വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ടായിരുന്നു ആയിരങ്ങൾ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഓരോ വിസ്മയ കാഴ്ചകളെയും അവർ നിറഞ്ഞ കയ്യടിയോടെ പ്രോത്സാഹിപ്പിച്ചു. ആദ്യ മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർമാൻ T അബ്ദുള്ള നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം, IMASC പ്രസിഡന്റ് മൂസ ഷെരീഫ്, ഇവന്റ് കോർഡിനേറ്റർ ഷക്കീൽ അബ്ദുള്ള, TM ഷുഹൈബ്, അബ്കോ മുഹമ്മദ്, നാസർ മുഗ്രാൽ, TK അൻവർ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈകുന്നേരം സമാപന സമ്മേളനത്തിൽ നെല്ലിക്കുന്ന് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. CPIM-ന്റെ നേതൃത്വത്തിൽ പ്രഭാകരൻ രക്തസാക്ഷി ദിനം ആചരിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. CPIM-ന്റെ നേതൃത്വത്തിൽ പ്രഭാകരൻ രക്തസാക്ഷി ദിനാചരണം മാവുങ്കാലിൽ വെച്ച് നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MB ബാലകൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
സാമാന്യങ്ങൾ ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ ഹിന്ദുക്കളായി മാറണം. ഘർ വാപസി, ഞങ്ങളുടെ തറവാട്ടിലേക്ക് തിരിച്ചു വരണം, സ്വഭവനത്തിലേക്ക് തിരിച്ചു വരണം. ഏതാണ് ഇവർ പറയുന്ന സ്വഭവനം എന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. നമ്മുടെ രാജ്യത്തേക്ക് ഘർ വാപസി എന്ന് പറയുന്ന പുതിയ മുദ്രാവാക്യം ഉപയോഗപ്പെടുത്തി ആളുകളെ ഈ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി കച്ചകെട്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന RSS BJP വക്താക്കൾ മതനിരപേക്ഷ ഭാരതത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ആക്രോശിക്കുന്നതെന്നും വിഡ്ഢിവായത്വം പറയുന്നതെന്നും മനസ്സിലാക്കി എന്താണ് ഇവരുടെ ഘർ വാപസി മുദ്രാവാക്യം, എത്രമാത്രം ഇവിടെ സാധ്യതപ്രായമായി വരണം എന്ന കാര്യം കൂടി ഇവർ ചിന്തിക്കേണ്ടതാണ്. ബി രാജൻ അധ്യക്ഷനായി. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നുമലിൽ നിന്നും മാവുങ്കാലിലേക്ക് പ്രകടനം നടന്നു. PK പ്രേമനാഥ്, AK നാരായണൻ എന്നിവർ രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തി. M പോക്ലൻ, VV രമേശൻ, MV സഞ്ജയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കാസർഗോഡ് നഗരസഭയുടെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ താഹിറ അവതരിപ്പിച്ചു. കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം, കായിക മുന്നേറ്റം എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. അടിസ്ഥാന വികസന സൗകര്യത്തിനും കുടിവെള്ളത്തിനും ഊന്നൽ നൽകിയിട്ടുള്ള കാസർഗോഡ് നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 5 കോടി രൂപയും അർബൻ 2020 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സമഗ്ര അഴുക്കുചാൽ പദ്ധതിക്ക് 50 കോടി രൂപയും പരമ്പരാഗത മാർക്കറ്റിന് 5 കോടി രൂപയും ഉൾക്കൊള്ളുന്ന ജനോപകാര ബജറ്റ് ചെയർമാൻ T. അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ താഹിറ സത്താറാണ് അവതരിപ്പിച്ചത്. നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ബജറ്റിൽ 1 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. പുതിയ ബോർവെല്ലുകൾ സ്ഥാപിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. 38 വാർഡുകളിലും വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഓരോ വാർഡിലും തനത് ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വീതവും മെയിന്റനൻസ് ഗ്രാന്റിൽ നിന്നും 6 ലക്ഷം രൂപ വീതവും അനുവദിക്കും. നഗരജ്യോതി പദ്ധതിയുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ KSUDPയുടെ സഹകരണത്തോടെ LED വിളക്കുകൾ സ്ഥാപിക്കും. പുതിയ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ സർക്കിൾ നവീകരിച്ച് നഗരത്തിൽ ലാൻഡ് മാർക്കായി മാറ്റാൻ നടപടികൾ സ്വീകരിക്കും. നഗരത്തിലെത്തുന്ന വനിതാ ജീവനക്കാരുടെ സൗകര്യാർത്ഥം ബാങ്ക് റോഡിൽ സ്ഥിതി ചെയ്യുന്ന നഗരപാലിക ഭവൻ വനിതാ ഹോസ്റ്റലാക്കി മാറ്റും. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററും കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ ബീരന്തുവയൽ സുനാമി കോളനിക്ക് സമീപം നഗരസഭയുടെ സ്ഥലത്ത് ക്യാൻസർ റീഹാബിലിറ്റേഷൻ സെന്ററും സ്ഥാപിക്കും. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി റോഡ് സൈഡുകളിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കും. ഡിവൈഡറുകൾ നവീകരിക്കുകയും മരാമത്ത് റോഡുകളിൽ കൈവരികൾ സ്ഥാപിക്കുകയും ചെയ്യും. നഗരസഭ ഓഫീസ് സമുച്ചയത്തിൽ കെൽട്രോണിന്റെ സാങ്കേതിക സഹായത്തോടെ സോളാർ സ്റ്റേഷൻ സ്ഥാപിക്കും. സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിന്റെ തെക്കുഭാഗത്ത് സായാഹ്നങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പ്രത്യേക ഇടം ഒരുക്കും. യുവതി യുവാക്കൾക്ക് ജില്ലാതല കവിത, കഥ, ചിത്രരചന ശില്പശാലകളും ചിത്ര പ്രദർശനവും സംഘടിപ്പിക്കും. കൌൺസിലർമാരായ E. അബ്ദുറഹ്മാൻ, LA മഹമ്മൂദ് ആജി, P. രമേശൻ, M. സുമതി, അർജുൻ തായലങ്ങാടി, E. അബ്ദുറഹ്മാൻ കുഞ്ഞ്, അബ്ദുൽ ഖാദർ ബങ്കര, ആയിഷ റൊമീസ റഫീഖ്, B. ഫാത്തിമ ഇബ്രാഹിം, G. നാരായണൻ, അനിത നായിക്, രൂപവാണി R തുടങ്ങിയവർ സംസാരിച്ചു. കള്ളാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു. H. വിഘ്നേശ്വര ഭട്ടിന്റെ നേതൃത്വത്തിലുള്ള കള്ളാർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. വിവിധ മേഖലയിലെ ഭവന പദ്ധതികൾക്കും ഗ്രാമീണ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തികൾക്കും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കും തുക നീക്കിവച്ചിട്ടുണ്ട്. ആയുർവേദ, ഹോമിയോ ഡിസ്പെൻസറികൾക്ക് മരുന്നിനായി 8 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൃഷി മൃഗസംരക്ഷണ മേഖലയ്ക്കായി 36,60,000 രൂപ നീക്കിവച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിനും പാലിയേറ്റീവ് കെയർ പദ്ധതിക്കും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. ഏറെ പരാതികളും വിമർശനങ്ങളും ഇല്ലാതെയാണ് ഇത്തവണ ബജറ്റ് അവതരണം നടന്നത്. സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ഇരിയ മഹാത്മാ പബ്ലിക് സ്കൂളിന്റെ 11ാം വാർഷികാഘോഷം നടന്നു. കാരുണ്യവർഷം ഫണ്ട് കൈമാറലും സംഘടിപ്പിച്ചു. വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് ഇരിയ മഹാത്മാ പബ്ലിക് സ്കൂളിന്റെ 11ാം വാർഷികാഘോഷം നടന്നത്. ചടങ്ങിൽ കാരുണ്യവർഷം പദ്ധതി പ്രകാരം CA UV പ്രേമൻ വീൽചെയർ വിതരണം ചെയ്തു. മഹാത്മാ ട്രസ്റ്റ് ഡയറക്ടർ MK ശ്രീലത കാരുണ്യവർഷം ഫണ്ട് കൈമാറുകയുണ്ടായി. കോടമ്പേളൂർ പാലിയേറ്റീവ് കെയർ സെക്രട്ടറി ശിവരാമൻ കാരുണ്യവർഷം ഫണ്ട് ഏറ്റുവാങ്ങുകയുണ്ടായി. മഹാത്മാ പബ്ലിക് സ്കൂൾ മാനേജർ രാജൻ V. ബാലൂർ അധ്യക്ഷനായി. NK ശശിധരൻ സംസാരിച്ചു. PTA പ്രസിഡന്റ് TV സുഗുണൻ സ്വാഗതവും ഹെഡ് മിസ്റ്റസ് P. ഉഷ നന്ദിയും പറഞ്ഞു. KK രമയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാഷ്ട്രീയ സന്ദേശയാത്ര പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ജാഥ പ്രയാണം ആരംഭിച്ചത്. കേരളത്തിലെ പ്രമാദമായ രാഷ്ട്രീയ കൊലക്കേസ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ 2 കോടി രൂപ ചോരപ്പണം വാങ്ങി ഒതുക്കി തീർത്തുവെന്നാണ് ഉമേഷ് ബാബു ആരോപിച്ചത്. ഒരു പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരനെ കൊന്ന കേസ് 2 കോടി രൂപ വാങ്ങിയാണ് ഒത്തുതീർപ്പാക്കിയത്. കൊലയുടെ പേരിൽ ബോംബേറും ഹർത്താലുമൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടികളേതെന്ന് തുറന്നു പറഞ്ഞാൽ താൻ ഇനി എല്ലാ ദിവസവും അതേക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ടി വരും. 2 കോടി രൂപ കയ്യിലുള്ള പാർട്ടിക്ക് ആരെയും കൊല്ലാമെന്നതാണ് കേരളത്തിന്റെ അവസ്ഥ. മുഖ്യധാരയിലെ രാഷ്ട്രീയക്കാരെ മുഴുവനും നിയന്ത്രിക്കുന്നത് ക്രിമിനൽ മൂലധന ശക്തികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിമാരുടെ മക്കൾ വരെ ക്രിമിനൽ മാഫിയകളുടെ ആൾക്കാരാണെന്നും ഉമേഷ് ബാബു പറഞ്ഞു. ഒരു നാട്ടിൽ ഒരാൾ
കൊന്നു കഴിഞ്ഞാൽ അതിന് ശേഷം CBIക്ക് എന്തിനാ വിടുന്നത്? പിന്നെ നമ്മളെന്തിനാ ഈ പോലീസ് സേനയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒരു നാട്ടിൽ ഒരാളെ തല്ലിക്കൊന്നാൽ, മാഫിയ തല്ലിക്കൊന്നാൽ, സാമ്പത്തിക ക്രിമിനലുകളെ തല്ലിക്കൊന്നാൽ, ഈ തല്ലിക്കൊന്ന അത് എങ്ങനെ എന്തെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനൊരു പോലീസ് സേനയെ നിലനിർത്തണം? കേരളത്തിൽ ഇപ്പൊ ഇടയ്ക്കിടെ പറയുന്ന കാര്യമാണ്, എന്ത് ഉണ്ടെങ്കിലും അത് CBI അന്വേഷിക്കണം. എന്തിനാണ് CBI വരുന്നത്? ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ച് ഉണ്ടാക്കിയ ആളുകളെ കൊണ്ടുവന്നൊരു കേസ് അന്വേഷിക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് കേരള പോലീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പടുകൂറ്റനായ ഒരു പോലീസ് സൈന്യത്തെ ഉപയോഗിച്ചിട്ട് അന്വേഷിക്കുക. കാരണം അതിലൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നവും കൂടി വരും. കാരണം കേരളത്തിലെ പ്രശ്നം മലയാളി പോലീസുകാരെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ആത്മാഭിമാനമുണ്ട്. കാരണം ജനാധിപത്യ ബോധമുള്ള ഒരു ജനതയ്ക്ക് ഇതൊക്കെ വളരെ പ്രധാനമാണ്. RMB ചെയർമാൻ TL സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആദിവാസി ഗോത്ര മഹാസഭ കൺവീനർ M ഗീതാനന്ദൻ, SUCI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ V വേണുഗോപാൽ, N വേണു, KS ഹരിഹരൻ, അഡ്വക്കേറ്റ് P കുമാരൻകുട്ടി, PP മോഹനൻ, KP പ്രകാശൻ, KK കുഞ്ഞിക്കണാരൻ, KV വിമല ടീച്ചർ, സുഭാഷ് ചിമേനി തുടങ്ങിയവർ സംസാരിച്ചു. RMPയുടെ രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. RMP സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് നൽകിയ സ്വീകരണത്തിൽ KK രമ സംസാരിച്ചു. ഏപ്രിൽ 6-ന് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന് തിരക്കേറി. മഹിളാ സംഗമം നടന്നു. അജാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന്റെ ഭാഗമായി തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. നോർത്ത് കോട്ടശ്ശേരി തുളിച്ചേരി തറവാട്ടിൽ നിന്നും ആരംഭിച്ച തിരുമുൽക്കാഴ്ച സമർപ്പണ ഘോഷയാത്രയിൽ മുത്തുക്കുട, ശിങ്കാരിമേളം, നാടോടി നൃത്തം, കാവടിയാട്ടം, പൂക്കാവടി, മയിൽ നൃത്തം എന്നിവ കൊഴുപ്പേകി. ആവിക്കൽ സൗത്ത് മഹിളാ സംഘടനയുടെ നേതൃത്വത്തിലാണ് തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നത്. ശനിയാഴ്ച മഹിളാ സമ്മേളനം നടന്നു. ഹോസ്തൃക CI UV പ്രേമൻ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാക്തീകരണം എന്നുള്ള വളരെ ആഴത്തിലും പരന്നതുമായ ഒരു വലിയ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വത്സൻ മാഷ് നിങ്ങളോട് അതിനെക്കുറിച്ച് വളരെ വിശദമായി സംവദിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ 1-2 പ്രഭാഷണങ്ങൾ കേട്ട് അത്ഭുതത്തോടു കൂടി വേദിയിൽ ഇരുന്ന ഒരാളാണ്. എനിക്ക് ഇവിടെ പറയാനുള്ളത് സ്ത്രീ ശാക്തീകരണം എന്നത് നമ്മുടെ സമൂഹത്തിൽ എന്നും നടന്നുകൊണ്ടിരുന്ന ഒരു വസ്തുതയാണ്. മഹിളാ കമ്മിറ്റി പ്രസിഡന്റ് ബിന്ദു കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. സുമ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രഭാഷണം നടന്നത്. കൗൺസിലർ പ്രദീപൻ മരക്കാപ്പ്, K രാജൻ എന്നിവർ സംസാരിച്ചു. മഹിളാ കമ്മിറ്റി സെക്രട്ടറി TV ബിന്ദു സ്വാഗതവും പ്രമോദിനി വിനോദൻ നന്ദിയും പറഞ്ഞു.
കാഞ്ഞങ്ങാട് സ്മൈൽ കെയർ ദന്താശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ദന്ത ഡോക്ടർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് അജ്മൽ ആർക്കേഡിൽ സ്മൈൽ കെയർ ദന്താശുപത്രിയുടെ ഉദ്ഘാടനം നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ സ്മൈൽ കെയർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ അനിൽ വാഴുന്നൂറടി ഉദ്ഘാടനത്തിൽ സംസാരിച്ചു. പ്രശസ്ത ദന്ത ഡോക്ടർ ഗിരീഷ് കുമാറാണ് സ്മൈൽ കെയറിന് നേതൃത്വം നൽകുന്നത്. സ്മൈൽ കെയർ ജില്ലയിലെ ആദ്യത്തെ ലൈസൻസ് സപ്പോർട്ടഡ് ദന്താശുപത്രിയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള അണുനശീകരണ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രമുഖ ദന്തൽ കോളേജിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ ഡോക്ടർ സന്ധ്യ രൂപേഷ്, ഡോക്ടർ നിവിൻ കൃഷ്ണ, ഡോക്ടർ ടി പി ശശികുമാർ, ഡോക്ടർ അജിതേഷ് കെ വി, ഡോക്ടർ പ്രശാന്ത്, ഡോക്ടർ അശ്വിൻ എന്നിവരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു. ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിനും നഗര സൗന്ദര്യവൽക്കരണത്തിനും മുൻഗണന. അക്ഷരലക്ഷം സാക്ഷരതാ പരീക്ഷയുടെ 2ാം ഘട്ട ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. കാർഷിക മേഖലയ്ക്കും വികസനത്തിനും ഊന്നൽ. മടിക്കൈ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. കെ രമയുടെ രാഷ്ട്രീയ സന്ദേശയാത്ര കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി. വർഗീയതയ്ക്കും മത തീവ്രവാദത്തിനുമെതിരെ സന്ദേശമുയർത്തി സ്നേഹ സന്ദേശയാത്ര. പുരോഗമന കലാസാഹിത്യ സംഘമാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. CPIMന്റെ നേതൃത്വത്തിൽ പ്രഭാകരൻ അനുസ്മരണം മാവുങ്കാലിൽ നടന്നു. അജാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പൂരോത്സവത്തിന് തിരക്കേറി. മഹിളാ സംഗമം ശ്രദ്ധേയമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.